പെരിയ ടൗണിലെ ഉയരവിളക്ക് പ്രവർത്തനയോഗ്യമാക്കണമെന്ന ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയ യൂണിറ്റ് സമ്മേളനം നടന്നു. മാസങ്ങളോളമായി അടഞ്ഞുകിടക്കുന്ന പെരിയ ടൗണിലെ ഉയരവിളക്ക് പ്രവർത്തനയോഗ്യമാക്കണമെന്നും ദേശീയപാത വികസന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പെരിയ ടൗണിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പെരിയ ഒടയംചാൽ റോഡിന് ഓവുചാൽ നിർമ്മിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പെരിയയിൽ മന്ദഗതിയിൽ നടക്കുന്ന സർവീസ് റോഡിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിയ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഡൽഹിയിൽ പോയി ഒരു ഐതിഹാസികമായ സമരം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 2000-ൽ പരം ആളുകൾ ഡൽഹിയിൽ പങ്കെടുത്ത് വലിയ സമരം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഊന്നിക്കൊണ്ടായിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ ഫുഡ് സേഫ്റ്റി, പ്ലാസ്റ്റിക് നിരോധനം, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, വാടക നിയന്ത്രണ നിയമം, ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി സമരം ചെയ്തു. അതുപോലെ ഈ കേരള സർക്കാരിന് മുമ്പിലും കഴിഞ്ഞ 2025 ജനുവരിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു ജാഥ കൊടുത്തു. വ്യാപാര സംരക്ഷണ ജാഥ എന്ന പേരിൽ ജനുവരി 29-ാം തീയതി 29ഓളം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിലേക്ക് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒരു സമരം ചെയ്തു. അപ്പോൾ ആ സമരത്തിന്റെ ഫലമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണമായി നമുക്ക് ഇന്നും കിട്ടിയിട്ടില്ല. അന്നാ സമരം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചതിൽ 4ഓളം കാര്യങ്ങൾ പ്രത്യേകം കഴിഞ്ഞ സർക്കാർ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനമെടുത്ത് നമ്മൾ അറിയിച്ചു. പക്ഷെ അത് ഇന്നും തീരുമാനമായി വന്നിട്ടില്ല, പ്രാബല്യത്തിൽ. അതായത് ഒരു വ്യാപാര മന്ത്രാലയം കുറെ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന വ്യാപാരികൾക്ക് മാത്രമായി ഒരു വ്യാപാര മന്ത്രാലയം രൂപീകരിക്കണം. യൂണിറ്റ് പ്രസിഡന്റ് ഇ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര, ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KP അബ്ദുൾ സത്താർ, KV ബാലകൃഷ്ണൻ, സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ഷാഫി, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KN സുരേഷ് കുമാർ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ബേബി മധു എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബാബു MV അനുശോചന പ്രമേയവും വൈസ് പ്രസിഡന്റ് രാജൻ മാരുതി പൊതുയോഗ പ്രമേയവും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി 2024-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MV സുഗതകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K രമേഷ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MT കലാധരൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ഇ നാരായണനെ പ്രസിഡന്റായും K രമേഷ് കുമാറിനെ സെക്രട്ടറിയായും MV സുഗതകുമാറിനെ ട്രഷററായും ജില്ലാ കൌൺസിൽ അംഗങ്ങളായി കുഞ്ഞിരാമൻ ആകാശ്, KP അബ്ദുൾ സത്താർ എന്നിവരെയും 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.